ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്ന ടോപ്പിക്കിലെ ടിമ്പർ എന്ന ടോപ്പിക്കിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് ഇന്നത്തത്. അപ്പോൾ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളും ഈ ക്ലാസ്സിൽ എടുക്കുന്നതും കൂടിയാണ് ടിമ്പറിൻ്റെ പോർഷൻസ് കംപ്ലീറ്റ് ആവും. പിന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് ഈ ടിമ്പർ എന്ന പോർഷനിൽ നിന്ന് ചോദിച്ചേക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ടിമ്പർ എന്ന പോർഷൻ കംപ്ലീറ്റ് തറവാകും നമുക്ക്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ എടുത്തിരിക്കുന്ന പോർഷൻസ് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രീ എടുത്തിരുന്നു, പിന്നെ അതിൻ്റെ എക്സോജിനസ് ട്രീസിൻ്റെ മാക്രോ സ്ട്രക്ചറും ടിമ്പറിൻ്റെ ടൈപ്സും പിന്നെ മാർക്കറ്റ് ഫോംസ് ഓഫ് ടിമ്പർ ആസ് വെൽ ആസ് ഇൻഡസ്ട്രിയൽ ഫോംസ് ഓഫ് ടിമ്പറും കൂടി നമ്മൾ ഹാൻഡിൽ ചെയ്തായിരുന്നു. ഇനി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് ഡിഫെക്ട്സ് ഇൻ ടിമ്പർ, സീസണിങ് ഓഫ് ടിമ്പർ, ഈ രണ്ട് പോർഷനാണ് എടുക്കുന്നത്. പക്ഷേ ഇതൊരു കുറച്ച് വലിയ പോർഷൻ തന്നെയാണ്. ഡിഫെക്ട്സ് ഇൻ ടിമ്പർ കുറച്ച് വലുതാണ്, സീസണിങ് ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ കേട്ടോ. അതായത് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. പിന്നെ നെക്സ്റ്റ് വീഡിയോയിലാണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ പോർഷനിലേക്ക് കടക്കാം. ഡിഫെക്ട്സ് ഇൻ ടിമ്പർ. ഡിഫെക്ട്സ് നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 കാറ്റഗറീസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് ഡ്യൂ ടു കൺവേർഷൻ, ഡ്യൂ ടു ആക്ഷൻ ഓഫ് ഫഞ്ചൈ, ഡ്യൂ ടു നാച്ചുറൽ ഫോഴ്സസ് ആൻഡ് ഡ്യൂ ടു ഇൻസെക്ട്സ്, ഡ്യൂ ടു സീസണിങ്, അങ്ങനെ 5 കാറ്റഗറി ആയിട്ടാണ് ഡിഫെക്ട്സിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അതിൽ ഡ്യൂ ടു കൺവേർഷൻ 4 ടൈപ്പ് ഓഫ് ഡിഫെക്ട്സ് ഉണ്ട്: ചിപ്പ് മാർക്ക്, ഡയഗണൽ ഗ്രെയിൻ, ടോൺ ഗ്രെയിൻ, വെയിൻസ്. ആൻഡ് ഡ്യൂ ടു ഫഞ്ചൈ ബ്ലൂ സ്റ്റെയിൻ, ബ്രൗൺ റോഡ്, വൈറ്റ് റോഡ്, ഹാർഡ് റോഡ്, ഡ്രൈ റോഡ്, വെറ്റ് റോഡ്, ഇങ്ങനെ 6 ടൈപ്പാണുള്ളത്. പിന്നെ നെക്സ്റ്റ് ഡ്യൂ ടു നാച്ചുറൽ ഫോഴ്സസ്, ഇത് കുറച്ച് അധികം ഉണ്ട്, 13 ഉണ്ട്. അപ്പം നമുക്കത് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. പിന്നെ ഡ്യൂ ടു ഇൻസെക്ട്സ് 3 മാത്രമേ ഉള്ളൂ: ബീറ്റിൽസ്, ടെർമൈറ്റ്സ്, മെറൈൻ ബോറേഴ്സ്. ഇത്രയും ഇൻസെക്ട്സ് കാരണമുള്ള ഡിഫെക്റ്റ്. ദെൻ ഡ്യൂ ടു സീസണിങ്: ബോ, കപ്പ്, കേസ് ഹാർഡനിങ്, ചെക്ക്, സ്പ്ലിറ്റ്, കൊലാപ്സ്, ഹണികോംബ്. ഹണികോംബ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളോട് ചോദിക്കാറുള്ളത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏതാണ് സീസണിങ് കാരണമുള്ള ഡിഫക്റ്റ്, അല്ലെങ്കിൽ ഏതാണ് നാച്ചുറൽ ഫോഴ്സ് കാരണമുള്ള ഡിഫക്റ്റ്, അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഹണികോംബൊക്കെ പല പ്രാവശ്യമായിട്ട് ചോദിച്ചേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഡിഫെക്റ്റ്, അതായത് ഡിഫെക്ട്സ് ഡ്യൂ ടു കൺവേർഷൻ, 4 എണ്ണമാണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ചിപ്പ് മാർക്കാണ്. ചിപ്പ് മാർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഫിനിഷ്ഡ് സർഫസിൽ എന്തെങ്കിലും ചിപ്സോ അല്ലെങ്കിൽ ടൂൾസ് പ്ലേസ് ചെയ്തതിൻ്റെ സൈനുള്ള അല്ലെങ്കിൽ അതിൻ്റെ മാർക്ക് ഉണ്ടെങ്കിൽ ആ ഒരു ഡിഫെക്റ്റിനെയാണ് ചിപ്പ് മാർക്ക് എന്ന് പറയുന്നത്. ഇതാണ് ഫിഗർ കേട്ടോ. അതിൻ്റെ ടൂൾസോ അല്ലെങ്കിൽ ചിപ്സിൻ്റെ ഒരു മാർക്ക് അതിൽ കാണുന്നുണ്ട്. അപ്പോൾ അതാണ് ചിപ്പ് മാർക്ക്. ഇനി അടുത്തത് ഡയഗണൽ ഗ്രെയിൻ. ആക്ച്വലി ഇതെന്ന് വെച്ചാൽ ഫോംഡ് ഡ്യൂ ടു ദ ഇംപ്രോപ്പർ സോയിങ് ഓഫ് ടിമ്പർ. ആക്ച്വലി ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ ഡയഗണൽ മാർക്ക് ഓർ സ്ട്രെയിറ്റ് ഗ്രെയിൻഡ് സർഫസ് ഓഫ് ദ ടിമ്പർ. ഇതിൽ ഡയഗണൽ മാർക്സ് ഉണ്ടാവാം, കൂടാണ്ട് അല്ലെങ്കിൽ അതിലുണ്ടാവുന്നത് സ്ട്രെയിറ്റ് ഗ്രെയിൻഡ് സർഫസ് ആയിരിക്കും ആ ടിമ്പറിൽ ഉണ്ടാവുക. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഡിഫെക്ട്സിനെയാണ് ഡയഗണൽ ഗ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഫിഗറിൻ്റെ എക്സാമ്പിൾ ഇതാണ്. ഇവിടെ കണ്ടാൽ അറിയാം, ഒന്നുകിൽ സ്ട്രെയിറ്റ് ഗ്രെയിൻഡ് സർഫസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഡയഗണലായിട്ടുള്ള മാർക്കുകൾ ഉണ്ടാവും. ഓക്കെ, അതാണ് സോയിങ് ചെയ്യുന്നതിൻ്റെ മിസ്റ്റേക്ക് കാരണം ഉണ്ടാവുന്നതാണ് ഈ ഡയഗണൽ ഗ്രെയിൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ടോൺ ഗ്രെയിൻ ആണ്. ടോൺ ഗ്രെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിനിഷ്ഡ് സർഫസിൽ എന്തെങ്കിലും ടൂൾസ് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു സ്മോൾ ഡിപ്രഷൻ ഉണ്ടാവാറുണ്ട്. അതിനെയാണ് ടോൺ ഗ്രെയിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വന്നിട്ട് വെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ലോഗ് ടിമ്പർ എന്ന് പറഞ്ഞിട്ട്, ലോഗ് ടിമ്പർ എന്നുള്ള കാര്യം. ലോഗ് ടിമ്പർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബ്രാഞ്ചസ് ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള പോർഷനാണ്. അതായത് നമ്മൾ അതിൽ നിന്നാണ് ബാക്കിയുള്ള ടൈപ്പ് ഓഫ് ഫോംസ് ഓഫ് ടിമ്പേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്നത്. അതിനെ ഷാർപ്പൻ ചെയ്തിട്ട് അതിനെ ഇതൊക്കെ ചെയ്തിട്ട് മിനുസപ്പെടുത്തിയൊക്കെ ചെയ്തിട്ട്. പക്ഷേ അങ്ങനെ ചെയ്യുന്നതാലും അതിൽ ചെറിയ റൗണ്ടഡ് സർഫസ്, അതായത് ഒറിജിനൽ ലോഗ് ടിമ്പറിൻ്റെ റൗണ്ടഡ് സർഫസ് വരുന്ന ടൈപ്പ് ടിമ്പർ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊരു ഡിഫക്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതിനെയാണ് വെയിൻ എന്ന് പറയുന്നത്. ഫിഗറിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് എവിടെയൊക്കെയോ റൗണ്ട് ഷേപ്പിൻ്റെ ഒരു ഇത് വരുന്നുണ്ട്. സ്ക്വയർ ആണ് ശരിക്കും ആ ടിമ്പർ എങ്കിലും അതിൻ്റെ ഓരോരോ പോർഷനിൽ ആ ഒറിജിനൽ ലോഗ് ടിമ്പറിൻ്റെ റൗണ്ട് പോർഷൻസ് വരുന്നുണ്ട്. അതാണ് വെയിൻ എന്ന് പറയുന്ന ഡിഫക്റ്റ്. അതായത് ദിസ് ഡിഫക്റ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ പ്രസൻസ് ഓഫ് ഒറിജിനൽ റൗണ്ടഡ് സർഫസ് on the manufactured piece of timber. ഓക്കെ, അപ്പോൾ ഡിഫെക്ട്സ് ഡ്യൂ ടു കൺവേർഷൻ കഴിഞ്ഞു. ഇനി അടുത്ത ഡിഫെക്റ്റ് എന്ന് പറയുന്നത് ഫഞ്ചി കാരണമുള്ള ഡിഫെക്ട്സ് ആണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബ്ലൂ സ്റ്റെയിൻ, അല്ലെങ്കിൽ അതിനെ സാപ്പ് സ്റ്റെയിൻ എന്നും കൂടി പറയും കേട്ടോ. അതായത് ഈ സാപ്പ് വുഡ് അതിൻ്റെ പാർട്ടൊക്കെ പറയുന്ന സമയത്ത് എക്സോജിനസ് ട്രീസിൻ്റെ മെയിൻ പാർട്സ്, മാക്രോ സ്ട്രക്ചർ പറയുന്ന സമയത്ത് സാപ്പ്, ഹാർഡ് വുഡ് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം അതൊക്കെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ടെക്നിക്കൽ ടേം തന്നെ പറയുന്നത് സാപ്പ് വുഡ്. സാപ്പ് വുഡിൽ സർട്ടൻ ഫംഗസ് റിയാക്ട് ചെയ്തിട്ട് അവിടെ ബ്ലൂയിഷ് കളറായിട്ട് മാറുന്നുണ്ട്.
അങ്ങനത്തെ ബ്ലൂയിഷ് കളർ ആവുന്നതിനെയാണ് സ്റ്റെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് ബ്ലൂ സ്റ്റെയിൻ എന്ന പേര് അതിന് വരാൻ കാരണം. സാപ്പ് ഫുഡിലാണ് ഫംഗസ് അറ്റാക്ക് ചെയ്യുന്നത് കൊണ്ട് സാപ്പ് സ്റ്റെയിൻ എന്ന പേരും കൂടി ഇതിന് വന്നു. ഓക്കെ, ദാറ്റ് ഈസ് സാപ്പ് ഫുഡ് ഈസ് സ്റ്റെയിൻ ടു ബ്ലൂയിഷ് കളർ ബൈ ദ ആക്ഷൻ ഓഫ് സർട്ടൻ ടൈപ്പ് ഓഫ് ഫംജൈ ആൻഡ് സർട്ടൻ ഫംജൈ ഫീഡ് ഓൺ ദ സെൽ കണ്ടൻസ് ഓഫ് സാപ്പ് ഫുഡ്. അതായത് സാപ്പ് ഫുഡിൻ്റെ സെൽ കണ്ടൻസിനെ ഫീഡ് ചെയ്തിട്ടാണ് ഇങ്ങനെ സ്റ്റെയിനിങ് ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് അതിന് കളർ ലോസ് ഉണ്ടാവുന്നത്. ഓക്കെ, മോയ്സ്ചർ കണ്ടൻറ്റ് 25% കൂടുതലാവുമ്പോഴാണ് ബ്ലൂ സ്റ്റെയിൻ ഉണ്ടാവുന്നത്. ഓക്കെ, അതായത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ടിമ്പറിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റ് 25%-നേക്കാളും കൂടുതലാവുമ്പോഴാണ് ബ്ലൂ സ്റ്റെയിൻ അല്ലെങ്കിൽ സാപ്പ് സ്റ്റെയിൻ ഉണ്ടാവുന്നത്. ഫിഗറിൽ നിങ്ങൾക്ക് ബ്ലൂയിഷ് മാർക്കുകളൊക്കെ കാണാൻ പറ്റും. ഓക്കെ, സാപ്പ് ഫുഡിലാണ് ഉണ്ടാവുന്നതെന്നും കൂടി കാണാൻ പറ്റും. ഈ ഫിഗർ കൺസിഡർ ചെയ്താൽ ഈ ഏറ്റവും ഔട്ടർ റിങ്ങിലാണ് സ്റ്റെയിൻ പിടിച്ച് കാണുന്നത് അല്ലേ. അപ്പം അതാണ് സാപ്പ് റീജിയനിലാണ് സ്റ്റെയിൻ പിടിച്ച് കാണുന്നത്. ദാറ്റ് ഈസ് ബ്ലൂ സ്റ്റെയിൻ. ഇനി അടുത്തത് ബ്രൗൺ റോട്ട്. ബ്രൗൺ റോട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ വുഡ് അസ്യൂംസ് a brown color due to the removal of cellulose compounds from the wood by certain type of fungi. Certain type of fungi-യുടെ ആക്ഷൻ കാരണം വുഡിനകത്തുള്ള സെലലോസ് കോമ്പൗണ്ട്സ് റിമൂവ് ആവുന്നു. അങ്ങനെ അതിന് ബ്രൗൺ കളർ ഉണ്ടാവുന്നു. അതായത് ആ ടിമ്പർ ആ വുഡിന് ബ്രൗൺ കളറിലേക്കുള്ള ഒരു ചേഞ്ച് ഉണ്ടാവുന്നു. അതിനെയാണ് ബ്രൗൺ റോട്ട് എന്ന് പറയുന്നത്. ഇതാണ് ഫിഗർ കാണുമ്പോൾ മനസ്സിലാവും. നമ്മുടെ ഈ ജനറലി കാണുന്ന ഓരോരോ ഡിഫക്ട്സ് ആണ് ഇതൊക്കെ കേട്ടോ. അടുത്തത് വൈറ്റ് റോട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഇതിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സർട്ടൻ ടൈപ്പ് ഓഫ് ഫംജൈ അറ്റാക്ക് ലിഗ്നിൻ ഓഫ് ദ വുഡ് ആൻഡ് ദ വുഡ് അസ്യൂംസ് എ വൈറ്റ് മാസ് കൺസിസ്റ്റിംഗ് ഓഫ് സെല്ലുലോസ് കോമ്പൗണ്ട്സ്. വുഡിനകത്തുള്ള ലിഗ്നിൻ കോമ്പൗണ്ടിനെ ഫംഗസ് അറ്റാക്ക് ചെയ്യുകയും അതിന് ആ ഒരു വുഡിനെ പുറത്തായിട്ട് ഒരു വൈറ്റ് മാസ് പോലെ ഫോം ചെയ്യുകയും ചെയ്യും. ആ വൈറ്റ് മാസിനെയാണ് പറയുന്നത് സെല്ലുലോസ് കോമ്പൗണ്ട്സ്. അതായത് വൈറ്റ് മാസിനകത്ത് അടങ്ങിയിരിക്കുന്നത് സെല്ലുലോസ് കോമ്പൗണ്ട്സ് ആണ്. ഓക്കെ, ഇനി ഹാർട്ട് റോട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിസ് ഇസ് ഫോംഡ് വെൻ എ ബ്രാഞ്ച് ഹാസ് കം ഔട്ട് എ ട്രീ ആൻഡ് ദ ഹാർഡ്വുഡ് ഈസ് എക്സ്പോസ് ടു അറ്റാക്ക് ഓഫ് അറ്റ്മോസ്ഫറിക് ആക്ഷൻ. ഒരു ട്രീയുടെ ബ്രാഞ്ച് കട്ട് ചെയ്തിട്ട് അതിന് അറ്റ്മോസ്ഫറിക് ഏജൻസീസ്, അതായത് അറ്റ്മോസ്ഫിയറിന് വിട്ടുകൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് തുറന്നു വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഹാർട്ട് റോട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതായത് ഹാർഡ്വുഡിനെ അത് അറ്റാക്ക് ചെയ്യുകയും അങ്ങനെ ഹാർട്ട് റോട്ട് ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. ഈ ഫിഗറിൽ കാണുമ്പോൾ മനസ്സിലാവും. സെൻട്രൽ പോർഷനിൽ ഹോളോ ആയിട്ടിരിക്കുന്നതാണ്. അതാണ് ഹാർട്ട് റോട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഡ്രൈ റോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർട്ടൻ ഫംജൈ ഫീഡ് ഓൺ വുഡ് ദേ അറ്റാക്ക് ടിമ്പർ ഡ്യൂറിങ് ഫീഡിങ് ആൻഡ് കൺവേർട്ട് ഇറ്റ് ഇൻ ടു ഡ്രൈ പൗഡർ. അതായത് വുഡിനെ ഫീഡ് ചെയ്യുകയും സർട്ടൻ ഫംഗസ് വുഡിനെ ഫീഡ് ചെയ്യുകയും അതിനെ അറ്റാക്ക് ചെയ്യുകയും ചെയ്തിട്ട് അതിനെ ഡ്രൈ പൗഡേഴ്സായിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്യും. അതാണ് ഡ്രൈ റോട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി അടുത്തത് വെറ്റ് റോട്ട് എന്താണെന്നുള്ളതാണ്. ഓൾട്ടർനേറ്റ് വെറ്റിംഗ് ആൻഡ് ഡ്രൈയിങ് ഉണ്ടാവുന്ന സമയത്ത് അവിടെ ടിമ്പറിൻ്റെ ആ റെയിനും വിൻഡും ഒക്കെ അടിക്കുന്ന ആ ഒരു എക്സ്പോസ്ഡ് പോർഷനിൽ ജസ്റ്റ് ഡീക്കേയിങ് ഉണ്ടാവും. അതിനെയാണ് വെറ്റ് റോട്ട് എന്ന് പറയുന്നത്. അത് സംഭവിക്കുന്നത് അൺസീസൺഡ് അല്ലെങ്കിൽ നന്നായിട്ട് സീസൺ ചെയ്യാത്ത ടിമ്പറിനൊക്കെയാണ് വെറ്റ് റോട്ട് ഉണ്ടാവുന്നത്. ഓക്കെ, അടുത്തത് ഡിഫക്ട്സ് ഡ്യൂ ടു നാച്ചുറൽ ഫോഴ്സസ്. അതിലൊരുപാട് പഠിക്കാനുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് വൺ ഈസ് വിൻ ക്രാക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിൻ ക്രാക്സ് ആർ ദ ഷേക്സ് ഓർ സ്പ്ലിറ്റ് ഓൺ ദ സൈഡ്സ് ഓഫ് ദ ബാർക്ക് ഓഫ് ടിമ്പർ ഡ്യൂ ടു ദ ഷ്രിങ്കേജ് ഓഫ് എക്സ്റ്റീരിയർ സർഫസ്. അറ്റ്മോസ്ഫറിക് ഏജൻസീസ് ആയിട്ടുള്ള സണ്ണ്, വിൻഡ് ഇതിനൊക്കെ എക്സ്പോസ് ചെയ്ത് വെക്കുന്ന സമയത്ത് അതിൻ്റെ എക്സ്റ്റീരിയർ സർഫസിന് ഷ്രിങ്കേജ് ഉണ്ടായിട്ട് അവിടെ ക്രാക്സ് ഒക്കെ ഫോം ചെയ്യുന്ന കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഷേക്കോ അല്ലെങ്കിൽ സ്പ്ലിറ്റ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതിനെയാണ് വിൻ ക്രാക്ക് എന്ന് പറയുന്നത്. ഇവിടെ ഈ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സ്പ്ലിറ്റ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടുണ്ട്. അതാണ് വിൻ ക്രാക്ക്. അതായത് ഇറ്റ് ഈസ് ഡ്യൂ ടു ദ എക്സ്പോഷർ ഓഫ് അറ്റ്മോസ്ഫറിക് ഏജൻസീസ് ലൈക്ക് സൺ, വിൻഡ്. ഓക്കെ, ഇനി അടുത്തത് ട്വിസ്റ്റഡ് ഫൈബറിനെ നമുക്ക് വേറൊരു പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്. വണ്ടറിങ് ഹാർട്സ് എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. യങ് ട്രീസിന് ട്വിസ്റ്റിംഗ് ഉണ്ടാവാറുണ്ട്. സാധാരണ വിൻഡിൻ്റെ ഒരുപാട് വലിയ അളവിൽ വിൻഡ് ബ്ലോ ചെയ്യുന്ന സമയത്തൊക്കെ യങ് ട്രീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് ട്വിസ്റ്റിംഗ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ദ ട്വിസ്റ്റിംഗ് ഓഫ് യങ് ട്രീസ് കോസ് ദീസ് being impacted by fast blowing wind and the fibers of timber get twisted in one direction. അതായത് ടിമ്പറിൻ്റെ ഫൈബേഴ്സ് ഒക്കെ ഒരു ഡയറക്ഷനിലേക്ക് ട്വിസ്റ്റ് ചെയ്യാൻ തുടങ്ങും ഒരുപാട് ഫാസ്റ്റ് ബ്ലോയിങ് വിൻഡ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത്. അതിനെയാണ് ട്വിസ്റ്റഡ് ഫൈബർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അപ്സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും മേജർ ഇമ്പാക്ട്സ്, ഇഞ്ചുറി, പ്രഷർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ വുഡിൽ അതിൻ്റെ ഫൈബറിന് ഒരു ചെറിയൊരു അപ്സെറ്റ് അല്ലെങ്കിൽ ഒരു ചെറിയ കംപ്രഷൻ ഒക്കെ ഫീൽ ചെയ്യാറുണ്ട്. അതിനെയാണ് അപ്സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്സെറ്റ്സ് ആർ റപ്ചേഴ്സ് ഓഫ് എ ഫൈബർ ഓഫ് ടിമ്പർ കോസ്ഡ് ബൈ സം മേജർ ഇമ്പാക്ട്സ്. അതായത് എന്തെങ്കിലും ഇഞ്ചുറീസ് ഉണ്ടാകുമ്പോൾ ഉണ്ടാവുന്നതാണ് അപ്സെറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഡിഫക്ട്സ് ഡ്യൂ ടു നാച്ചുറൽ ഫോഴ്സസിൽ തന്നെയുള്ള റിൻഡ് ഗാൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അബ്നോർമൽ ഗ്രോത്ത് ഉണ്ടാവുകയാണ്. ആക്ച്വലി റിൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാർക്ക് എന്നാണ് അർത്ഥം. ആൻഡ് ഗാൾ ഈസ് കൈൻഡ് ഓഫ് അബ്നോർമൽ ഗ്രോത്ത്. അപ്പം ബാർക്ക് പോർഷനിൽ
ഇന്നർ ബാർക്കും ഔട്ടർ ബാർക്കും ഉണ്ടല്ലേ. അപ്പോൾ ബാർക്ക് പോർഷൻ, അതായത് ഔട്ടർ പോർഷനിൽ അബ്നോർമൽ ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നതിനെയാണ് റിൻഡ്ഗാൾസ് എന്ന് പറയുന്നത്. The unusual cured swelling found on the branch of a tree is known as rindgals. അതായത് ഒരു സ്വെല്ലിംഗ് ആണ്, അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു സ്വെല്ലിംഗ് ആണ്. ഈ ഫിഗറിൽ കാണുന്ന ഈ ഒരു സംഭവമാണ് റിൻഡ്ഗാൾ എന്ന് പറയുന്നത്. റിൻഡ്ഗാൾ ഡെവലപ്സ് അറ്റ് പോയിന്റ് ഫ്രം വെയർ ബ്രാഞ്ചസ് ആർ ഇംപ്രോപ്പർലി കട്ട് ഓഫ് ഓർ റിമൂവ്ഡ്. ബ്രാഞ്ചസ് ഓരോരോ പോർഷനിൽ നിന്ന് കട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇംപ്രോപ്പറായിട്ട് കട്ട് ചെയ്തിരിക്കുന്ന പോർഷനിൽ വരുന്ന ഒരു സ്വെല്ലിങ്ങിനെയാണ് റിൻഡ്ഗാൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ റിൻഡ്ഗാളുള്ള ടിമ്പറിൻ്റെ പാർട്ട് വീക്ക് ആയിരിക്കും, മോസ്റ്റ്ലി ഫ്രജൈൽ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തതാണ് ബേൾസ് എന്ന് പറയുന്നത്. ബേൾസിൻ്റെ വേറൊരു പേരാണ് എക്സ്ക്രസൻസ് എന്ന് പറയുന്നത്. ബേൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻലി ഫോംഡ് വെൻ ട്രീ ഹാസ് റിസീവ്ഡ് ഷോക്ക് ഓർ ഇഞ്ചുറി ഇൻ ഇറ്റ്സ് യങ്ങർ ഏജ്. ഒരു ട്രീയുടെ യങ്ങർ ഏജിൽ അതിനെന്തെങ്കിലും ഷോക്ക് അല്ലെങ്കിൽ ഇഞ്ചുറീസ് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം ട്രീസിൽ എന്താണ് കുറച്ച് പ്രോജക്ഷൻസ്, ഇറഗുലർ ആയിട്ടുള്ള പ്രോജക്ഷൻസ് അല്ലെങ്കിൽ ഒരു അപ്സെറ്റ്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിനെയാണ് ബേൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫിഗറിൽ ഈ കാണുന്നതൊക്കെയാണ് ബേൾസ്, ഇറഗുലർ ആയിട്ട് ഫോം ചെയ്തേക്കുന്ന പ്രോജക്ഷൻസിനെയാണ് ബേൾസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? യങ്ങർ ഏജിൽ അതിനെന്തെങ്കിലും ട്രീസിന് എന്തെങ്കിലും ഷോക്കോ ഇഞ്ചുറീസോ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോഴാണ് ഈ ബേൾസ് ഫോം ചെയ്യുക. നെക്സ്റ്റ് വൺ ഈസ് നോട്ട്സ്. നോട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോട്ട്സ് ആർ ദ റൂട്ട് ഓർ ബേസിസ് ഓഫ് സ്മോൾ ബ്രാഞ്ചസ് ഓഫ് ദ ട്രീ. അതായത് നമ്മളൊരു ബ്രാഞ്ചസ് കട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അതായത് ലോഗ് ടിമ്പർ ആക്കുന്ന സമയത്ത് ബ്രാഞ്ചസ് ഒക്കെ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ആ ബ്രാഞ്ചസ് കട്ട് ചെയ്തെടുത്ത് അല്ലെങ്കിൽ അതിൻ്റെ ബേസിൽ ഫോം ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ നോട്ട് എന്ന് പറയുന്നത്. ബേസ് ദീസ് മേ സ്റ്റേ അലൈവ് ഓർ മേ ബിക്കം ഡെഡ് പാർട്ട് ഓഫ് ദി ട്രീ. ആക്ച്വലി ആ സ്റ്റാർട്ടിങ് ടൈമിൽ നോട്ട്സ് എപ്പോഴും അലൈവ് ആയിരിക്കും. കുറച്ച് നാൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എൻഡ് പോർഷനിലേക്ക്, നോട്ട്സിൻ്റെ എൻഡ് പോർഷനിലേക്ക് സപ്ലിമെൻറ്റ്സ് ഒന്നും എത്താതിരിക്കുമ്പോൾ അത് എന്താവും, ഡെഡ് പാർട്ടായിട്ട് മാറും. ഓക്കെ, ആക്ച്വലി ദ ബ്രേക്ക് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫൈബർ. In the beginning, the base portion gets food from the stem, but finally it results in the formation of the dark and hard ring known as knots. ഓക്കെ, ആദ്യത്തെ കുറച്ച് കാലമുള്ള സ്റ്റെമ്മിൽ നിന്ന് ഫുഡൊക്കെ എത്തും അതിന്. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡാർക്ക് പോർഷനായിട്ട് മാറും, ഒരു റിങ് പോലെ ആവും. അതിനെയാണ് നോട്ട്സ് എന്ന് പറയുന്നത്. ഇത് കാണുന്നതാണ് നോട്ട്. നെക്സ്റ്റ് വൺ ഈസ് കാലസ്. കാലസും സെയിം തന്നെയാണ്. ഒരു ട്രീയുടെ വൂണ്ടിൻ്റെ പുറത്തായിട്ട് കവർ ചെയ്തിട്ട് ഒരു കവർ പോലെ അല്ലെങ്കിൽ ഒരു സ്കിൻ പോലെ ഫോം ചെയ്യുന്നതിനെയാണ്, ഒരു സോഫ്റ്റ് ടിഷ്യൂവിനെയാണ് പറയുന്നത്. ഇതാണ് ഈ സോഫ്റ്റ് ടിഷ്യൂവിനെയാണ് പറയുന്നത് കാലസ് എന്ന്. വൂണ്ടിനെ കവർ ചെയ്ത് വരുന്ന ഒരു സ്കിൻ, അത് ഒരു സോഫ്റ്റ് ടിഷ്യൂ ആയിരിക്കും, അതിനെയാണ് കാലസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഷേക്സ്. ഷേക്ക് കുറേ ടൈപ്പ് ഷേക്ക് ഉണ്ട്. ഷേക്ക് ആക്ച്വലി അബ്നോർമൽ ക്രാക്സിനെയാണ് ഷേക്സ് എന്ന് പറയുന്നത്. ഒരു വുഡിൻ്റെ ഫൈബറിനെ പാർഷ്യലി അല്ലെങ്കിൽ ഫുള്ളി സെപ്പറേറ്റ് ചെയ്യുന്ന ക്രാക്സ്, അബ്നോർമൽ ക്രാക്സിനെയാണ് ഷേക്സ് എന്ന് പറയുന്നത്. ഒരുപാട് ടൈപ്പ് ഓഫ് ഷേക്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് കപ്പ് ഷേക്ക്. കപ്പ് ഷേക്സ് ആർ കോസ്ഡ് ബൈ ദ റപ്ചർ ഓഫ് ടിഷ്യൂ ഇൻ എ സർക്കുലർ ഡിറക്ഷൻ. സർക്കുലർ ഡിറക്ഷനിൽ ടിഷ്യൂസിനെ റപ്ചർ ചെയ്യുന്നതിനെയാണ് കപ്പ് ഷേക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ കർവ്ഡ് ക്രാക്ക് ആൻഡ് ഇറ്റ് സെപ്പറേറ്റ്സ് പാർട്ട്ലി വൺ ആനുലാർ റിംഗ് ഫ്രം ദ അതർ, ഡെവലപ്പിംഗ് വൺ ഡ്യൂ ടു നോൺ യൂണിഫോം ഗ്രോത്ത് ഓർ ഡ്യൂ ടു എക്സസീവ് ബെൻഡിങ് ഓഫ് ഗ്രോയിങ് ട്രീ ഡ്യൂറിംഗ് എ സൈക്ലോണിക് വെദർ. ഇറ്റ് മേ പ്രൂവ് ടു ബി ഹാർംഫുൾ ഇഫ് ഇറ്റ് കവേഴ്സ് ഓൺലി എ പോർഷൻ ഓഫ് ദ റിംഗ്. ഓക്കെ, കപ്പ് ഷേക്ക് ടിഷ്യൂസിൻ്റെ റപ്ചർ തന്നെയാണ്, സർക്കുലർ ഡിറക്ഷനിലാണെന്ന് മാത്രം. കപ്പ് ഷേക്കിൻ്റെ ഫിഗർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് കപ്പ് ഷേക്കിൻ്റെ ഫിഗർ. ഓക്കെ, അതായത് ആനുലാർ റിങ്ങിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ പോർഷനിൽ മാത്രം ഇവിടെയുണ്ട്, ഇവിടെയൊക്കെ എക്സ്ട്രാ ഒരു ക്രാക്ക് ഫോം ചെയ്യുന്നു. അതിനെയാണ് കപ്പ് ഷേക്ക് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് റിംഗ് ഷേക്ക്. വെൻ കപ്പ് ഷേക്ക് കവേഴ്സ് ദ എൻറ്റയർ റിംഗ് ഓഫ് ദ ടിമ്പർ ദേ നോൺ ആസ് റിംഗ് ഷേക്ക്. ഇവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാവും, കപ്പ് ഷേക്കിൽ ഒരു ആനുലാർ റിംഗ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും പോർഷൻസിലായിരിക്കും ക്രാക്ക് വീണിട്ടുണ്ടാവുക. പക്ഷേ റിംഗ് ഷേക്കിലാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഒരു ആനുലാർ റിംഗ് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ക്രാക്ക് വീണിട്ടുണ്ടാവും. അതിനെയാണ് റിംഗ് ഷേക്ക് എന്ന് പറയുന്നത്. ആ ക്രാക്ക് കംപ്ലീറ്റ്ലി ആ ഒരു ആനുലാർ റിംഗ് കവർ ചെയ്തിട്ടുണ്ടാവും എന്നാണ് അർത്ഥം. വെൻ കപ്പ് ഷേക്ക് കവേഴ്സ് ദ എൻറ്റയർ റിംഗ് ഓഫ് ദ ടിമ്പർ ദേ ആർ നോൺ ആസ് റിംഗ് ഷേക്സ്. ഇറ്റ് ഈസ് എ ടാൻജൻഷ്യൽ സെപ്പറേഷൻ ഓഫ് വുഡ് ഫൈബേഴ്സ് അലോങ് വിത്ത് എ പാർട്ട് ഓഫ് ദ ആനുലാർ റിംഗ്. ഓക്കെ, ഇനി അടുത്ത ഷേക്ക് എന്ന് പറയുന്നത് ഹാർഡ് ഷേക്കാണ്. ഹാർഡ് ഷേക്സ് occurs in the center of cross section of timber due to the shrinkage of the interior part of the tree which is approaching towards its maturity. അതായത് ഒരു ട്രീയുടെ മെച്യൂരിറ്റി എത്തുന്ന സമയത്ത് അതിൻ്റെ ഇൻറ്റീരിയർ പാർട്ടിൽ, അതായത് ട്രീയുടെ ഇൻറ്റീരിയർ പാർട്സിൽ ഷ്രിങ്കേജ് ഉണ്ടായത് കാരണം ഹാർട്ടിൽ, അതായത് ഹാർഡ് വുഡിൽ ഉണ്ടാവുന്ന ഒരു ക്രാക്കിനെയാണ് നമ്മൾ പറയുന്നത് ഹാർഡ് ഷേക്ക് എന്ന് പറയുന്നത്. ഫിഗർ കാണിക്കുമ്പോൾ മനസ്സിലാവും. കണ്ടില്ലേ, ആനുലാർ ഡിറക്ഷനിൽ, അതായത് റേഡിയൽ ഡിറക്ഷനിലാണ് ഹാർഡ് ഷേക്ക് ഉണ്ടാവുന്നത്. അതായത്
ഹാർഡ് വുഡിന് ഷ്രിങ്കേജ് സംഭവിക്കുന്നത് കാരണം ഉണ്ടാവുന്നതാണ് ഹാർഡ് ഷേക്ക് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സ്റ്റാർ ഷേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രാക്ക് ഉണ്ടാവുന്നത് ഔട്ടർ ബാർക്കിൽ നിന്നും സാപ്പ് വുഡ് വരെയാണ് ക്രാക്ക് ഉണ്ടാവുന്നത്. ആക്ച്വലി ബാർക്ക് പോർഷനിൽ, അതായത് ഔട്ടർ സൈഡിൽ ഉണ്ടാവുന്ന ക്രാക്ക് കുറച്ചും കൂടി വൈഡർ ആയിരിക്കും. പിന്നെ ഉള്ളിലേക്ക് പോകുന്തോറും അത് നാരോ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അത് ആക്ച്വലി ഇത് കൺഫൈൻഡ് അപ് ടു ദ പ്ലെയിൻ ഓഫ് സാപ്പ് വുഡ്, അതായത് സാപ്പ് വുഡ് വരെ മാത്രമായിരിക്കും സ്റ്റാർ ഷേക്ക് ഉണ്ടാവുന്നത്. ഇത് ഉണ്ടാവുന്നത് ട്രീയുടെ ഗ്രോത്തിൻ്റെ സമയത്താണ്, അത് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് സ്റ്റാർ ഷേക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി അടുത്തത് റേഡിയൽ ഷേക്ക് ആണ്. Actually same as that of star shake, but as compared to the star shakes, radial shakes are quite irregular, fine and numerous in shape. Generally these cracks occur when a timber is exposed to sun for seasoning after falling. സ്റ്റാർ ഷേക്ക് ബാർക്കിൽ നിന്ന് സാപ്വുഡ് വരെയാണ് പോയേക്കുന്നത്. പക്ഷേ ഇവിടെ റേഡിയൽ ഷേക്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഔട്ടർ ബാർക്കിൽ നിന്ന് സാപ്വുഡ് വരെ ഒരു ക്രാക്ക് വന്നിട്ട് അത് ആനുലാർ റിങ്ങിൽ കൂടെ പോയി എക്സ്റ്റെൻഡ് ചെയ്ത്, ഇതൊക്കെ കണ്ടില്ലേ, ഇങ്ങനെ വന്ന് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തു അല്ലേ, ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വീണ്ടും അത് പിത്ത് വരെ റേഡിയൽ ഡിറക്ഷനിൽ ക്രാക്ക് വീണ് പോവുകയാണ് ചെയ്യുന്നത്. അതാണ് റേഡിയൽ ഷേക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കത് വായിച്ചാൽ മനസ്സിലാവും. റേഡിയൽ ഷേക്ക് ക്രാക്ക് സ്റ്റാർട്ട്സ് ഫ്രം എ ഷോർട്ട് ഡിസ്റ്റൻസ് ഫ്രം ദ ബാർക്ക് ആൻഡ് ഗെറ്റ്സ് എക്സ്റ്റെൻഡഡ് ടുവേർഡ്സ് ദ സെൻറ്റർ, ദെൻ ഫോളോ ദ ആനുലാർ റിംഗ് ഡയറക്ഷൻ ആൻഡ് ദെൻ റൺ ടുവേർഡ്സ് ദ പിത്ത്. അതായത് പിത്ത് ഡയറക്ഷനിൽ തന്നെ സ്റ്റാർട്ടിങ്ങിൽ ബാർക്കിൽ നിന്ന് ക്രാക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഒരു പരിധി എത്തുമ്പോൾ അത് ആനുലാർ റിങ്ങിൽ കൂടെ ഫോളോ ചെയ്തിട്ട് അതിനുശേഷം പിത്തിലേക്ക് എഗെയിൻ വരുന്നതിനെയാണ് റേഡിയൽ ഷേക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫിഗർ. കണ്ടിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നാച്ചുറൽ ഫോഴ്സസ് കാരണമുള്ള ഷേക്സിൻ്റെ ഫിഗറാണ് കേട്ടോ ഇത്. 5 ടൈപ്പ് ഷേക്ക് ഉണ്ട്: കപ്പ് ഷേക്ക്, റിംഗ് ഷേക്ക്, ഹാർഡ് ഷേക്ക്, സ്റ്റാർ ഷേക്ക്, റേഡിയൽ ഷേക്ക്. ഓക്കെ, ഇനി അടുത്തത് കെമിക്കൽ സ്റ്റെയിൻ. ദിസ് ഇസ് ഡ്യൂ ടു നാച്ചുറൽ ഫോഴ്സ് തന്നെയാണ് കെമിക്കൽ സ്റ്റെയിൻ. വുഡ് ഈസ് ഡിസ്കളേർഡ് ബൈ ദ കെമിക്കൽ ആക്ഷൻ കോസ്ഡ് ബൈ സം എക്സ്റ്റേണൽ ഏജൻസി. ഏതെങ്കിലും കെമിക്കൽസ് കാരണം കെമിക്കൽ ആക്ഷൻസ് നടന്നിട്ട് ആ വുഡിൻ്റെ ഡിസ്കളറേഷൻ സംഭവിച്ചിട്ടുണ്ടാകുന്ന ഒരു ഡിഫക്റ്റാണ് കെമിക്കൽ സ്റ്റെയിൻ എന്ന് പറയുന്നത്. അടുത്തത് വാട്ടർ സ്റ്റെയിൻ. വുഡ് ഒരുപാട് നേരം വാട്ടറുമായിട്ട് കോൺടാക്ട് ചെയ്തിരിക്കുന്ന സമയത്ത് അവിടെ വുഡിൻ്റെ ആ പോർഷനിൽ ഡിസ്കളറേഷൻ സംഭവിക്കും. അതായത് കൺവേർട്ടഡ് ടിമ്പേഴ്സിലാണ് കൂടുതലായിട്ടും വാട്ടർ സ്റ്റെയിൻ കാണുന്നത്. വാട്ടർ സ്റ്റെയിൻ എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, വാട്ടർ കാരണം വുഡ് ഡിസ്കളർ ചെയ്ത് നിൽക്കുന്ന ആ ഒരു ഡിഫക്റ്റിനെയാണ് വാട്ടർ സ്റ്റെയിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് കോഴ്സ് ഗ്രെയിൻ. കോഴ്സ് ഗ്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആനുലാർ റിങ്സ് ഒക്കെ വൈഡൻ ആവുന്നതിനാണ് കോഴ്സ് ഗ്രെയിൻ എന്ന് പറയുന്നത്. ഇഫ് ട്രീ ഗ്രോസ് റാപ്പിഡ്ലി ദി ആനുലാർ റിങ്സ് ആർ വൈഡൻഡ്. ഈ ഫിഗറിൽ കാണുന്നുണ്ട് ഓരോ ആനുലാർ റിങ്സും വൈഡൻ ചെയ്തിരിക്കുന്നത്. അതിനെയാണ് കോഴ്സ് ഗ്രെയിൻ എന്ന് പറയുന്നത്. ആ ആനുലാർ റിങ്സ് വൈഡൻ ആയിരിക്കുന്ന ആ ഒരു ടിമ്പറിൻ്റെ സ്ട്രെങ്ത് എപ്പോഴും ലെസ് സ്ട്രെങ്ത് ആയിരിക്കും. നെക്സ്റ്റ് വൺ ഈസ് ഡ്രക്സിനസ്. ഡ്രക്സിനസ് ഇസ് ഇൻഡിക്കേറ്റഡ് ബൈ വൈറ്റ് ഡിക്കേഡ് പോയിന്റ്സ് കൺസീൽഡ് ബൈ ദ ഹെൽത്തി വുഡ്. ഒരു ഹെൽത്തി വുഡിൽ ഓരോരോ പോർഷനിലൊക്കെ വൈറ്റ് ഡിക്കേഡ് പോയിന്റ്സ് കാണിക്കുന്നുണ്ടാവും. അതിനെയാണ് ഡ്രക്സിനസ് എന്ന് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഈസ് ഫോക്സിനസ്. ഒന്നുകിൽ പുവർ വെന്റിലേഷൻ കാരണം, അല്ലെങ്കിൽ ഓവർ മെച്യൂരിറ്റി കാരണം, അല്ലെങ്കിൽ ഗ്രോത്ത് കാരണം ഒക്കെ ഉണ്ടാവുന്ന ഒരു ഡിഫക്റ്റാണ് ഇത്. This defect is caused due to poor ventilation during storage or over maturity or growth of the tree. Next one is defects due to insects. 3 ടൈപ്പാണുള്ളത്. ഒന്ന് ടെർമൈറ്റ്സ് കാരണം, രണ്ടാമത്തേത് ബീറ്റിൽസ് കാരണം, മൂന്നാമത്തേത് മറൈൻ ബോറേഴ്സ് കാരണം. ടെർമൈറ്റ്സും ബീറ്റിൽസും ആക്ച്വലി വുഡിനെ ആശ്രയിക്കുന്നത് ഒരു ഫുഡായിട്ടാണ്. ഓക്കെ, പക്ഷേ മറൈൻ ബോറേഴ്സ് അതിനൊരു ഷെൽട്ടറായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ടെർമൈറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റ് ആൻസ് ആണ്. ഫിഗറിൽ കാണുന്നുണ്ട്. ഈ ഫിഗറിൽ കാണുന്ന പോലെ വൈറ്റ് ആൻസിനെയാണ് ടെർമൈറ്റ്സ് എന്ന് പറയുന്നത്. ദേ ആർ ഫൗണ്ട് ഇൻ ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ കൺട്രീസ്. ദീസ് ഇൻസെക്ട്സ് ലിവ് ഇൻ എ കോളനി ആൻഡ് ആർ ട്രൂലി ഫാസ്റ്റ് ഇൻ ഈറ്റിംഗ് അവേ ദ ഗുഡ് ഫ്രം ദ കോർ ഓഫ് ദ ക്രോസ് സെക്ഷൻ. കോറിൽ നിന്ന് തന്നെ ഫുഡായിട്ട് അത് ഈറ്റ് ചെയ്യുന്നതാണ് ആ ഒരു ഇൻസെക്ട്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം ടെർമൈറ്റ്സ് കാരണം വുഡിന് ഡിക്കേയിങ് ഉണ്ടാവാറുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് ഡ്യൂ ടു ബീറ്റിൽസ്. ബീറ്റിൽസും ഒരു സ്മോൾ ഇൻസെക്റ്റ് ആണ്. ദേ കോസ് റാപ്പിഡ് ഡിക്കേ ഓഫ് ടിമ്പർ. ദേ ഫോം ഹോൾസ് ഓഫ് സൈസ് അബൌട്ട് 2 mm ഡയമീറ്റർ ഉള്ള ഹോൾസ് ഉണ്ടാക്കുന്നു ആൻഡ് അറ്റാക്ക് ദ സാപ്വുഡ് ഓഫ് ഓൾ സ്പീഷീസ് ഓഫ് ഹാർഡ്വുഡ്. ഹാർഡ്വുഡിൻ്റെ എല്ലാ സ്പീഷീസിൻ്റെ സാപ്വുഡിനെയും അറ്റാക്ക് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളതാണ് ബീറ്റിൽസിന്. അതായത് 2 mm ഡയമീറ്റർ ഉള്ള ഹോൾസ്, ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടാക്കിയിട്ട് അതിനെ ഈറ്റ് ചെയ്യുക, സാപ്വുഡിനെ ഡയറക്റ്റ്ലി അറ്റാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ടെർമൈറ്റ്സും ബീറ്റിൽസും വുഡിനെ ആശ്രയിക്കുന്നത് പ്യുവർലി ഫുഡായിട്ടാണ് കേട്ടോ. ഇനി മറൈൻ ബോറേഴ്സ് പേരിലുള്ളത് പോലെ തന്നെ മറൈൻ കണ്ടീഷൻസിലാണ്, അതായത് സാൾട്ടി വാട്ടറിലാണ് ജനറലി കാണുന്നത്. മോസ്റ്റ് ഓഫ് ദ വെറൈറ്റീസ് ഓഫ് മറൈൻ ബോറേഴ്സ് ഡു നോട്ട് ഫീഡ് ഓൺ വുഡ് ബട്ട് ദേ മേക്ക് ഹോൾസ് ഓർ ബോർ ടണൽസ് ഇൻ വുഡ് ഫോർ ടേക്കിംഗ് ഷെൽട്ടേഴ്സ്. പറഞ്ഞ പോലെ ഫുഡിന് വേണ്ടിയിട്ടല്ല മറൈൻ ബോറേഴ്സ് വുഡിനെ ആശ്രയിക്കുന്നത്. അത് ഹോൾസ് ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ ടണൽസ് ഉണ്ടാക്കിയതിന് ശേഷം അതിന് അവിടെ ഷെൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക.
നെക്സ്റ്റ് വൺ ഈസ് ഡ്യൂ ടു സീസണിങ് കാരണമുള്ള ഡിഫക്ട്സ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സീസണിങ് ഉണ്ടാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇൻറ്റീരിയർ സർഫസ് ഉണങ്ങുന്നതിന് മുന്നേ എക്സ്റ്റീരിയർ സർഫസ് ഒക്കെ ഡ്രൈ ആവും അല്ലേ? അപ്പോൾ അവിടെ ഒരു ഷ്രിങ്കേജ് ഫോം ചെയ്യും. കാരണം ഇൻറ്റീരിയർ സർഫസ് അവിടെ വെറ്റായിട്ട് ഇരിക്കുന്നുണ്ടാവും, പക്ഷേ എക്സ്റ്റീരിയർ സർഫസ് പെട്ടെന്ന് ഡ്രൈ ആയി പോകുന്നു. അപ്പോൾ രണ്ട് കണ്ടീഷൻ ഒരേ ഇതിൽ വരുന്ന സമയത്ത് അവിടെ എന്താണ്? ഷ്രിങ്കേജ് ഉണ്ടാവും. ദാറ്റ് ഈസ് സ്ട്രെസ് ഈസ് ഡെവലപ്പ് ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ ഷ്രിങ്കേജ്. ഓക്കെ, ഇൻ എ പെർഫെക്റ്റ് സീസണിങ് പ്രോസസ് സ്ട്രെസ് ഈസ് കെപ്റ്റ് മിനിമം ബൈ കൺട്രോളിങ് ദ ഷ്രിങ്കേജ്. ശരിക്കും പെർഫെക്റ്റ് സീസണിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷ്രിങ്കേജ് കൺട്രോൾ ചെയ്തിട്ട് സ്ട്രെസ് മിനിമം ആക്കിക്കൊണ്ടുള്ള സീസണിങ് ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഡിഫക്ട്സ് ഡ്യൂ ടു സീസണിങ്ങിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് വൺ ഈസ് ബോ. അതായത് ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ കർവേച്ചർ ഫോംഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ലെങ്ത് ഓഫ് ടിമ്പർ. ലെങ്ത് വൈസ് കർവേച്ചർ ഫോം ചെയ്യുന്നതിനെയാണ് ബോ എന്ന് പറയുന്നത്. അടുത്തത് അതേപോലെ തന്നെയുള്ള ഒന്നാണ് കപ്പ്. ശരിക്കും ഇവിടെ ട്രാൻസ്വേഴ്സ് ഡിറക്ഷനിലാണ് കർവേച്ചർ ഫോം ചെയ്യുന്നത്. ഇവിടെ ലെങ്ത് വൈസ് ആണ് കർവേച്ചർ ഫോം ചെയ്തിരിക്കുന്നതെങ്കിൽ ഇവിടെ ലെങ്ത് വൈസ് കർവേച്ചർ ഫോം ചെയ്തിട്ടില്ല കപ്പിലെ, പകരം ട്രാൻസ്വേഴ്സ് ഡിറക്ഷനിലാണ് കർവേച്ചർ ഫോം ചെയ്തിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഫിഗർ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അടുത്തത് കേസ് ഹാർഡനിങ്. നമ്മൾ സീസണിങ് ചെയ്യുന്ന സമയത്ത് നേരത്തെ പറഞ്ഞു ടോപ്പ് സർഫസ് ഓഫ് ദ വുഡ് പെട്ടെന്ന് സീസൺ ചെയ്ത് കിട്ടും, അല്ലെങ്കിൽ ഡ്രൈ ചെയ്ത് കിട്ടും പെട്ടെന്ന് തന്നെ. ഇന്നർ പാർട്ട് പെട്ടെന്നൊന്നും ഡ്രൈ ആയി മാറത്തില്ല. അപ്പോൾ അതിൻ്റെ ഇന്നർ പാർട്ടിൽ കുറച്ച് മോയ്സ്ചർ അവിടെ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കും. അങ്ങനെ ഉണ്ടാകുന്ന ഒരു ഡിഫക്റ്റിനെയാണ് കേസ് ഹാർഡനിങ് എന്ന് പറയുന്നത്. അപ്പോൾ പുറത്തത് പെട്ടെന്ന് ഡ്രൈ ആവുന്നു, അകത്ത് ഡ്രൈ ആവുന്നില്ല. അപ്പോൾ അകത്ത് മോയ്സ്ചർ കണ്ടന്റ് ഉണ്ട്, അപ്പോൾ അത് ഷ്രിങ്കേജിന് കാരണമാവുന്നു. അതിനെയാണ് നമ്മൾ കേസ് ഹാർഡനിങ് എന്ന് പറയുന്നത്. അടുത്തൊരു ഡിഫക്റ്റ് ആണ് ചെക്ക്. ഇറ്റ് ഈസ് എ ക്രാക്ക് ദാറ്റ് സെപ്പറേറ്റ്സ് ദ ഫൈബർ ഓഫ് വുഡ്. ഇറ്റ് ഡസൻ എക്സ്റ്റെൻഡ് ഫ്രം വൺ എൻഡ് ടു അനദർ. അതായത് ഒരു വുഡിൻ്റെ ഫൈബറിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ക്രാക്കാണ് ചെക്ക് എന്ന് പറയുന്നത്. പക്ഷേ ഇത് ഒരു എൻഡിൽ നിന്ന് അടുത്ത എൻഡ് വരെ ഉണ്ടാവുന്നില്ല. ഓക്കെ, ഈ ഒരു എൻഡിലും കുറച്ച് ഡിസ്റ്റൻസ് മാത്രമേ ആ ക്രാക്ക് ഉണ്ടാവുന്നുള്ളൂ. അതിനെയാണ് നമ്മൾ ചെക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ്ണം ഇതിനോടനുബന്ധിച്ച് വരുന്നത് തന്നെയാണ് സ്പ്ലിറ്റ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈബറിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ക്രാക്ക് തന്നെയാണ്. പക്ഷേ ഒരു എൻഡിൽ നിന്ന് മറ്റൊരു എൻഡ് വരെ അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ചെക്കും ഫൈബറിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ക്രാക്കാണ്, പക്ഷേ ഒരു എൻഡിൽ നിന്നും അടുത്ത എൻഡിലേക്ക് എത്തുന്നില്ല. പക്ഷേ ഒരു ചെറിയ സർട്ടൻ ഡിസ്റ്റൻസ് വരെ മാത്രമേ ആ ഒരു സ്പ്ലിറ്റ് ഉണ്ടാവുന്നുള്ളൂ. പക്ഷേ നെക്സ്റ്റ് വൺ ഈ സ്പ്ലിറ്റ് എന്ന് പറയുന്നത് ഒരു എൻഡിൽ നിന്ന് അടുത്ത എൻഡ് വരെ ക്രാക്ക് ഫോം ചെയ്യുന്നതിനെയാണ്. ഓക്കെ ആണല്ലോ? അടുത്തത് കൊളാപ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്യൂറിങ് ഡ്രൈയിങ് സം പാർട്സ് ഓഫ് ദ വുഡ് മേ ഡ്രൈ റാപ്പിഡ്ലി വൈൽ സം മേ നോട്ട്. ബിക്കോസ് ഓഫ് ദിസ് ഇംപ്രോപ്പർ ഡ്രൈയിങ് ഷ്രിങ്കേജ് ഓഫ് വുഡ് ഒക്കേഴ്സ് ദാറ്റ് റിസൾട്ട്സ് ഇൻ ഡിഫക്ട്സ് കോൾഡ് കൊളാപ്സ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയുള്ളൊരു ഡിഫക്റ്റാണ്. ചില പോർഷൻസ് ഡ്രൈ ചെയ്യുന്ന സമയത്ത് ചില പോർഷൻസ് പെട്ടെന്ന് ഡ്രൈ ആവും, ചില പോർഷൻസ് ഡ്രൈ ആവത്തില്ല. അപ്പോൾ ഇങ്ങനെ ഇംപ്രോപ്പർ ആയിട്ട് ഡ്രൈ ആവുന്ന സമയത്ത് അവിടെ ഷ്രിങ്കേജ് ഉണ്ടാവുകയും അങ്ങനെ കൊളാപ്സ് എന്നുള്ള പറയുന്ന ഒരു ഡിഫക്റ്റ് ഫോം ചെയ്യുകയും ചെയ്യും. അടുത്തതാണ് ഹണി കോമ്പിംഗ് എന്ന് പറയുന്നത്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഡ്യൂ ടു സ്ട്രെസ് ഡെവലപ്പ് ഡ്യൂറിങ് ഡ്രൈയിങ് വേരിയസ് റേഡിയൽ ആൻഡ് സർക്കുലർ ക്രാക്സ് ഡെവലപ്പ് ഇൻ ഇൻറ്റീരിയർ പോർഷൻ ഓഫ് ദ ടിമ്പർ. അതായത് ടിമ്പറിൻ്റെ ഇൻറ്റീരിയർ പോർഷൻസിൽ ഹണി കോംപ് പോലെ, അതായത് റേഡിയൽ ആയിട്ടും സർക്കുലർ ആയിട്ടും ഉള്ള ക്രാക്സ് ഫോം ചെയ്യുന്നുണ്ട്. അതിനെയാണ് ഹണി കോമ്പിംഗ് എന്ന് പറയുന്നത്. ഈ ഹണി കോമ്പിംഗ് ഒക്കെ നടക്കുന്നത് ഡ്രൈയിങ് പ്രോസസ്സ്, അതായത് സീസണിങ് ചെയ്യുന്ന സമയത്താണ്. അത് സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നത് കാരണം കൊണ്ടാണ് അവിടെ റേഡിയലും സർക്കുലറും ആയിട്ടുള്ള ക്രാക്സ് ഫോം ചെയ്യുന്നത്. ഇനി അടുത്തതാണ് ട്വിസ്റ്റ്. ലെങ്ത് വൈസ്, അതായത് സ്പൈറലി ഡിസ്റ്റോർട്ടഡ് അലോങ് ഇറ്റ്സ് ലെങ്ത് വൈസ് ആണെങ്കിൽ അതിനെ ട്വിസ്റ്റ് എന്ന് പറയും. വെൻ ടിമ്പർ ഹാസ് സ്പൈറലി ഡിസ്റ്റോർട്ടഡ് അലോങ് ഇറ്റ്സ് ലെങ്ത് ദെൻ ഇറ്റ് ഈസ് നോൺ ആസ് ട്വിസ്റ്റ്. ഇനി അടുത്തത് വാർപ്പ്. അതും ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ട്വിസ്റ്റ് തന്നെയാണ്. ദ ടിമ്പർ ഹാസ് ട്വിസ്റ്റഡ് ഔട്ട് ഓഫ് ഷേപ്പ് ആണെങ്കിൽ അതിനെ വാർപ്പെന്നും പറയും. പക്ഷേ ഈ ട്വിസ്റ്റും വാർപ്പും ഏകദേശം സിമിലർ തന്നെയാണ്. വാർപ്പിൽ ഔട്ട് ഓഫ് ഷേപ്പ് ആവുന്നു, ട്വിസ്റ്റിൽ അലോങ് ഇറ്റ്സ് ലെങ്ത് ആയിരിക്കും ട്വിസ്റ്റിങ് സംഭവിക്കുന്നത്. അത്രയും വ്യത്യാസമുള്ളൂ. പക്ഷേ ട്വിസ്റ്റ് തന്നെയാണ് വാർപ്പും. ഓക്കെ, അടുത്തത് റേഡിയൽ ഷേക്ക്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഷോർട്ട് ഡിസ്റ്റൻസിൽ പുറത്ത് ബാർക്കിൽ നിന്നും അലോങ് ദ റേഡിയൽ ഡയറക്ഷൻ ക്രാക്ക് വീഴുന്നു. നെക്സ്റ്റ് അത് ആനുലാർ റിങ്ങിനെ ഫോളോ ചെയ്യുന്നു ആ ക്രാക്ക്. അതിനുശേഷം അലോങ് ദി ഡിറക്ഷൻ ഓഫ് പിത്ത്, അതായത് റേഡിയൽ ഡയറക്ഷനിൽ തന്നെ വീണ്ടും ക്രാക്ക് വീഴുന്നു. അതിനെയാണ് റേഡിയൽ ഷേക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇതും റേഡിയൽ ഷേക്ക് ഇവിടെയും പറയാൻ കാരണം ഡ്യൂ ടു സീസണിങ്ങും റേഡിയൽ ഷേക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഡ്യൂ ടു നാച്ചുറൽ ഫോഴ്സസും റേഡിയൽ ഷേക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇവിടെയും പറഞ്ഞത് കേട്ടോ. അടുത്തത് നമ്മൾ ഡിഫക്ട്സ് കഴിഞ്ഞു. ഇത്രയും ഡിഫക്ട്സ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫക്ട്സ് തന്നെയാണ്. ഓരോന്നും എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് പഠിച്ചു വെക്കുക, തറവാക്കി വെക്കുക, കൺഫ്യൂഷൻ ഒന്നും ഇല്ലാണ്ട് മാറ്റി വെക്കുക.
ഓക്കെ, ഇനി അടുത്തതിലേക്ക് നമുക്ക് പോവാം. സീസണിങ് ഓഫ് ടിമ്പർ. അതായത് ടിമ്പർ എന്ന പോർഷൻ്റെ ലാസ്റ്റ് സെഗ്മെൻ്റ് ആണിത്, സീസണിങ് ഓഫ് ടിമ്പർ. ടിമ്പറിൻ്റെ സീസണിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ടിമ്പേഴ്സിനെ ഡ്രൈ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സീസണിങ് എന്ന് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡ്രൈ ചെയ്യുക എന്ന് ഉദ്ദേശിക്കുന്നത് ഫ്രഷായിട്ട് വെട്ടി വെച്ചിരിക്കുന്ന മരത്തിനകത്തുള്ള മോയ്സ്ചർ കണ്ടൻറ്റ് അല്ലെങ്കിൽ സാപ്പ് എന്ന് അതിനെ പറയും. സാപ്പിനെ റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് സീസണിങ് എന്ന് പറയുന്നത്. എന്തിനാണ് നമ്മൾ സീസണിങ് ഒക്കെ ചെയ്യുന്നത്? ഒരു സ്ട്രക്ചർ ഉണ്ടാക്കണം, ഒരു സ്ട്രക്ചറിൽ നമുക്ക് ടിമ്പർ വെക്കണം. അപ്പോൾ അതിന് ഇനഫ് ആയിട്ടുള്ള സ്ട്രെങ്ത് ഉണ്ടാവണം അല്ലേ, അത് ഡ്യൂറബിൾ ആയിരിക്കണം, അത് വർക്കബിൾ ആയിരിക്കണം അല്ലേ. ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അവിടെ ടിമ്പർ പ്ലേസ് ചെയ്യുമ്പോൾ ആ ടിമ്പർ എന്ന് പറയുന്നത് ഒരിക്കലും ഷ്രിങ്ക് ചെയ്യാൻ പാടില്ല. അത് ടൈം പോകുന്നതിനനുസരിച്ച് അതിൽ നാച്ചുറൽ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നതിനനുസരിച്ച് അതിന് ഷ്രിങ്കേജും വാർപ്പിങ്ങും ഒന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പം സീസണിങ് ചെയ്യുന്നതോടുകൂടി ഷ്രിങ്കേജ് കുറയ്ക്കാൻ പറ്റും, വാർപ്പിംഗ് കുറയ്ക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ വെയിറ്റ് നമ്മൾ ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിലേക്ക് ഈ ടിമ്പർ പ്ലേസ് ചെയ്യണം. അപ്പോൾ അതിനെ ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം നല്ലതായിരിക്കും അല്ലേ. അപ്പോൾ ഇറ്റ് റെഡ്യൂസസ് ഇറ്റ്സ് വെയിറ്റ്. പിന്നെ സ്പ്ലിറ്റും ഡീക്കേയിങ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും, സ്ട്രെങ്ത് കൂട്ടാൻ സഹായിക്കും. പിന്നെ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യേണ്ട ആവശ്യം വരും. അപ്പോൾ നന്നായിട്ട് നല്ല ഇതാക്കി സീസൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പെയിൻറ്റിങ്ങിനും സ്യൂട്ടബിൾ ആയിട്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ഒബ്ജക്ട്സ് ഓഫ് ടിമ്പേഴ്സ്, സീസണിങ് ഓഫ് ടിമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് എത്ര ടൈപ്പ് സീസണിങ് ഉണ്ട് എന്നുള്ളതാണ്. 2 ടൈപ്പ് സീസണിങ് ആണുള്ളത്, നാച്ചുറൽ സീസണിങ് ഓർ എയർ സീസണിങ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ആർട്ടിഫിഷ്യൽ സീസണിങ്. അതിൻ്റെ വേറെ പേരുകളാണ് റാപ്പിഡ് സീസണിങ്, കിൻ സീസണിങ് എന്നൊക്കെ. കാരണം കിന്നിലാണ് സീസണിങ് നടക്കുന്നത്, അതുകൊണ്ട് കിൻ സീസണിങ് എന്ന് പറയും. അപ്പോൾ ഈ നാച്ചുറൽ സീസണിങ് ഓർ എയർ സീസണിങ് ശരിക്കും ഒരുപാട് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അതായത് 4 മുതൽ 6 മാസം വരെ സീസണിങ്ങിന് എടുക്കുന്നുണ്ട്. പക്ഷേ മോയ്സ്ചർ കണ്ടന്റ് 12 മുതൽ 15% വരെ മോയ്സ്ചർ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ആർട്ടിഫിഷ്യൽ ഓർ റാപ്പിഡ് സീസണിങ്ങിൽ കിന്നിൽ വെച്ചായിരിക്കും സീസണിങ് ചെയ്യുക. അത് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. 4 to 6 ഡേയ്സിൽ സീസണിങ്ങും കഴിയും. പക്ഷേ ഒരു 10% കുറവ് മാത്രമേ മോയ്സ്ചർ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് റെഡ്യൂസസ് ലെസ് ദാൻ 10% മോയ്സ്ചർ ഫ്രം ടിമ്പർ. ഓക്കെ, അപ്പോൾ സീസണിങ്ങിൻ്റെ 2 ടൈപ്സ്, നാച്ചുറൽ സീസണിങ്ങും ആർട്ടിഫിഷ്യൽ സീസണിങ്ങും. ഇനി ഇതിൽ പഠിക്കാനുള്ള ഒരു പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർ വെൽ സീസൺഡ് ടിമ്പർ, വെൽ സീസൺഡ് ആയിട്ടുള്ള ടിമ്പറിൻ്റെ അകത്ത് 10 to 20% മോയ്സ്ചർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, 10 to 20% മോയ്സ്ചർ മാത്രമേ, അതായത് ഹോൾ വെയിറ്റിൻ്റെ 10 to 20% മോയ്സ്ചർ മാത്രമേ വെൽ സീസൺഡ് ടിമ്പറിൽ ഉണ്ടായിരിക്കുള്ളൂ. പിന്നെ ടിമ്പറിൻ്റെ സ്ട്രെങ്ത് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക അലോങ് ദ ഡയറക്ഷൻ അല്ലെങ്കിൽ ഡയറക്ഷൻ പാരലൽ ടു ദ ഗ്രെയിൻസ്, അവിടെയായിരിക്കും. അതായത് ഗ്രെയിൻസിൻ്റെ പാരലൽ ഡയറക്ഷനിലായിരിക്കും സ്ട്രെങ്ത് കൂടുതൽ ഉണ്ടാവുക, മാക്സിമം ഉണ്ടാവുക. ആ മാക്സിമം സ്ട്രെങ്ത് എന്ന് പറയുന്നത്, അതായത് ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് കംപ്രസീവ് സ്ട്രെങ്ത്തിൻ്റെ 3 മടങ്ങായിരിക്കും. ദാറ്റ് ഈസ് ടെൻസൈൽ സ്ട്രെങ്ത് ഈക്വൽ ടു 3 times കംപ്രസീവ് സ്ട്രെങ്ത് ആയിരിക്കും. അതായത് മാക്സിമം ടെൻസൈൽ സ്ട്രെങ്ത് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി വേറൊരു കാര്യം പറയാനുള്ളൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് എക്സ്റ്റേണൽ സ്ട്രെസ്സസ് ടിമ്പറിൽ ആക്ട് ചെയ്യുന്ന സമയത്ത്. അതായത് ഓൺ ദ ആപ്ലിക്കേഷൻ ഓഫ് എക്സ്റ്റേണൽ സ്ട്രെസ്സസ് ഓൺ ടിമ്പർ ഇലാസ്റ്റിക് മെറ്റീരിയലിനെ പോലെ ആയിരിക്കും ബിഹേവ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഈ ഒരു പോയിന്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ടിമ്പർ എന്നുള്ള പോർഷനിൽ വരുന്ന ഇതുവരെ 2 വീഡിയോസാണ് ടിമ്പർ എന്നുള്ള പോർഷനിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ 2 വീഡിയോസും കംപ്ലീറ്റ് ആയിട്ടുണ്ട് പോർഷൻ. അപ്പോൾ ഇതിൽ നിന്നും നമ്മളെ പ്രീവിയസ് ഇയർ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ എക്സാമിന് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ വീഡിയോ ആരും കാണാൻ മറക്കരുത്. കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ബെൽ എന്തായാലും പ്രസ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ വീഡിയോ ഇടുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ കിട്ടും, മിസ് ചെയ്യാണ്ട് കാണാനും പറ്റും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.